അന്നും ഇന്നും ഒരു ചെറിയ കഥ പറയാം. ഉച്ചയൂണ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ബഹളം. സൈലൻസ് പ്ലീസ് എന്നൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ കേൾക്കില്ല. കാരണം അവർ ആധുനിക ജീവിതത്തിൻ്റെ സംഭാവനകളല്ലേ. എങ്കിലും ഒരു തരത്തിലൊന്ന് ഒതുക്കി. ബഹളത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴല്ലേ അറിയുന്നത് ക്ലാസ്സിലെ നിമിഷ വരുണിനെ തേച്ചു എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എങ്കിലും കുറച്ചു കാലമായി കുട്ടികളെ കാണുന്നതുകൊണ്ടറിയാം തേക്കുക എന്ന് പറഞ്ഞാൽ പറ്റിക്കുക എന്നുള്ളതാണെന്ന്. അവരുടെ ഭാഷയാണ് കേട്ടോ. തേക്കുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം അവൾ വരുണിനെയും സോനുവിനെയും പിന്നെ ബസ്സിലെ കണ്ടക്ടറെയും പ്രേമിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അനുപമ. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയാണ്. എങ്ങനെയാണ് വരുണിനെ പറ്റിച്ചതെന്ന് അറിയണോ? വരുണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതെല്ലാം വാങ്ങി ഇപ്പോൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവനെ ഒഴിവാക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാ, രേഷ്മ ടീച്ചർ പറഞ്ഞു. ഒരേ സമയം ഒന്നിലേറെ പേരെ പ്രേമിക്കുന്നെന്ന് നടിക്കും. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അവരുടെ അടവാണിത്. എല്ലാത്തിലും മായം. വീട്ടിൽ ചെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അന്യൻ്റെ കയ്യിൽ നിന്നും ഒരു മിഠായി പോലും വാങ്ങിക്കാതിരുന്ന തൻ്റെയും തന്നോടൊപ്പം അതേ പ്രായക്കാരായവരുടെയും ചെറുപ്പകാലം ഓർത്തുപോയി. നിമിഷയെപ്പോലെയാണ് ഇന്ന് പല പെൺകുട്ടികളും. അവർക്ക് ആരെ കണ്ടാലും ക്രഷ് തോന്നുകയാണ്. അത് പിന്നീട് ബസ് സ്റ്റാൻഡിൽ തുടങ്ങി ബീച്ചിലും പാർക്കിലും ഹോട്ടലിലും വരെ ആയി കഴിയുമ്പോൾ തീരുന്നു. നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ പ്രൈമറി ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ടൗണിലെ ഗവൺമെൻറ് സ്കൂളിലാക്കി. അതോർക്കുമ്പോൾ ഇന്നും ഒരു തേങ്ങലാണ് ഉള്ളിൽ. എനിക്കാണെങ്കിൽ ഇടാൻ ഒരു ചെരുപ്പ് പോലുമില്ല. ഭാഗ്യത്തിന് യൂണിഫോമാണ്. അതാവുമ്പോൾ എന്നും അത് തന്നെ ഇട്ടാൽ മതിയല്ലോ. ആരും അറിയുന്നില്ലല്ലോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന്. വീട്ടിലെ സാഹചര്യങ്ങൾ ഓർത്താൽ ഒന്നും ആവശ്യപ്പെടാൻ തോന്നുകയില്ല. ഇന്നത്തെ പോലെ 5 രൂപയും 10 രൂപയും കൊടുത്ത് ദിവസവും പേനയൊന്നും ആരും വാങ്ങാറില്ല. ഹൈസ്കൂളിൽ കയറിയ നാൾ തൊട്ട് ഒരു പേന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. റീഫില്ലർ മാറിയിടും. അന്ന് 25 പൈസയായിരുന്നു അതിന്. ആ പണത്തിന് തന്നെ ഞാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ പ്രൈമറിയിൽ പഠിക്കുമ്പോൾ യൂണിഫോം ഇറങ്ങിയിരുന്നില്ല. അന്ന് കുറേ ബുദ്ധിമുട്ടി. മാറിയിടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ ബുദ്ധിമുട്ടി. സ്കൂൾ തുറന്നപ്പോൾ ഒരു ചീട്ടി തുണിയുടെ, അന്നത്തെ ഭാഷയാണ് കേട്ടോ, അതിൻ്റെ അർത്ഥം കൈത്തറി അല്ലെങ്കിൽ കോട്ടൺ, കട്ടി കൂടിയ ഒരു തുണിയാണ്. കറുത്ത ഷർട്ടും ഹാഫ് സ്കേർട്ടും വാങ്ങി തന്നു. ആഴ്ചയിലെ 5 ദിവസം അതുതന്നെ വേഷം. പലപ്പോഴും കുട്ടികളുടെ മുൻപിൽ എനിക്കൊരു നാണം കൊണ്ട് തല കുനിച്ചിട്ടുണ്ട്. എങ്കിലും അമ്മയോട് പറയാറില്ല. കാരണം അമ്മ വിഷമിക്കുമെന്നോർത്ത്. എന്നെ കൂടാതെ വേറെയും സഹോദരങ്ങളുണ്ടേ. അവർക്കും പല ആവശ്യങ്ങളുമുണ്ട്. അവരും ഒന്നും ആവശ്യപ്പെടാറില്ല. കാരണം ഞങ്ങളുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മയ്ക്ക് ഒരു ചെറിയ ജോലിയുണ്ട്. അതുമാത്രമാണ് ഞങ്ങൾക്ക് കഷ്ടിച്ച് കൂടാനുള്ള ഏക മാർഗം. മാസത്തിലെ 15 ദിവസമാകുമ്പോഴേക്കും കിട്ടിയ ശമ്പളവും തീർന്ന് പിന്നെ അടുത്ത മാസത്തെ ശമ്പളം പ്രതീക്ഷിച്ച് കടം മേടിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ജനിച്ച് 2 വയസ്സുള്ളപ്പോൾ ഇടാനൊരു ഉടുപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്ന്. അതൊക്കെ പഴയ കഥ. അന്നത്തെ പ്രേമത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ 8ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തുണ്ടു പേപ്പറിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ലിസ പരക്കം പായുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കരച്ചിലായി പിഴിച്ചിലായി പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്താണ് ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അവർ എന്നോട് പറയില്ല. ഞാൻ പിന്തിരിപ്പനാണ്, കരിങ്കാലിയാണെന്നവർ കരുതിയിട്ടുണ്ടാവും. ആ ലവ് ലെറ്ററും കൊണ്ടുള്ള പരക്കം പാച്ചിൽ കണ്ടാൽ സത്യത്തിൽ നമുക്ക് ഇന്നും ഓർക്കുമ്പോൾ ചിരി വരും. അങ്ങനെ എത്രയെത്ര കഥകൾ. എങ്കിലും ഇന്നത്തെ കുട്ടികൾ കാണിക്കുന്ന ഈ ക്രഷും ഒന്നിലേറെ പേരുടെ പിറകെയുള്ള പോക്കുമൊന്നും അന്നുണ്ടായിരുന്നില്ല. കൂടി വന്നാൽ ഒരു പേപ്പറിൽ ഒതുങ്ങുന്ന സ്നേഹം മാത്രമേ അന്നവർക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പഠിക്കുന്ന ടൗണിലെ സ്കൂളിൽ ഏകദേശം ഒരു 40-50 നടയെങ്കിലും ഉണ്ട്. അത് കയറി ചെല്ലുമ്പോഴേക്കും നെഞ്ചിടിപ്പ് അടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാം. മിക്കവാറും എല്ലാ കുട്ടികളും ചോറ് കൊണ്ടുവരും. പക്ഷേ ഞങ്ങൾക്ക് തന്നുവിടില്ല. വന്ന് കഴിച്ചിട്ട് പോയാൽ മതി, അമ്മ പറയും. കഴിച്ചു കഴിഞ്ഞ് സ്കൂളിലിരുന്ന് കഴിഞ്ഞാൽ പല തോന്നലുകളും ഉണ്ടാകും. ആ തോന്നലുകൾ ഒഴിവാക്കാൻ വേണ്ടി അമ്മ കണ്ട മാർഗമാണത്. അമ്മ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും പോകുവാൻ 3 വഴികളുണ്ട്. ഒന്ന് പാടത്തിൻ്റെ നടുക്കൂടുള്ള ഒരു വഴി, പിന്നെ ടൗണിൽ നിന്നും ഒരു കുറുക്ക് വഴി, പിന്നെ നേരിട്ട് ടൗണിൽ കൂടെ ഒരു വഴി. ഞങ്ങൾ ഒരിക്കലും ടൗണിൽ കൂടെ പോകാറില്ല. ടൗണിൽ കൂടെ കറങ്ങിയടിച്ച് പോകുന്നതിന് നല്ല പേരൊന്നുമില്ല. കാരണം
ടൗണിൽ കൂടെ പോയാൽ ഞങ്ങൾക്ക് ആഡംബര വസ്തുക്കളൊന്നും കയ്യിലില്ല. കുടയില്ല, അത്യാവശ്യം നല്ല വേഷങ്ങളില്ല, നല്ല ചെരുപ്പില്ല. മഴ പെയ്താൽ നനയും. എല്ലാവരും കാണും. ചിലപ്പോഴൊക്കെ ചേമ്പില ചൂടും, അതല്ലെങ്കിൽ നൂറേ നൂടും. അയൽപക്കത്തുനിന്ന് ഒരു നിവൃത്തിയുമില്ലാതെ ഒരു കുട ചോദിക്കും. അവർ ഒരിക്കലും നല്ല കുട തരത്തില്ല. നരച്ച് കമ്പി പൊട്ടിയ കുടയേ തരുള്ളൂ. ഞങ്ങൾ നരച്ച കുടയിൽ എണ്ണ തേക്കും. അപ്പോൾ അല്പം കളർ തോന്നും. അതുതന്നെ നിധിയായാണ് കണ്ടിരുന്നത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കുടയും ചെരുപ്പും പുതിയ പുസ്തകങ്ങളും ഒക്കെയുണ്ട്. ഞങ്ങൾ പഴയ പുസ്തകവും ആരുടെയും ചോദിച്ചു വാങ്ങി പഠിക്കും. അതും കിട്ടിയില്ലെങ്കിൽ സ്കൂളിൻ്റെ സൊസൈറ്റിയിൽ നിന്നും എല്ലാവരും വാങ്ങിക്കഴിഞ്ഞ് മിച്ചം വരുന്ന പുസ്തകം സാറ് തരും. പിന്നീട് പൈസ അടച്ചാൽ മതിയെന്ന് പറയും. പണ്ടൊക്കെ സ്കൂൾ വിടുന്ന സമയത്താണ് കൂടുതൽ മഴ. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.